ജോർജിനോട് പിണറായി കാണിച്ചത് പി.സി. ജോർജ് ഒരിക്കലും മറക്കില്ല. വീട്ടിൽ നിന്ന് പോലീസിനെ കൊണ്ട് രാഖി രാമാനം പിടിച്ചുകൊണ്ട് പോയതും അറസ്റ്റ് ചെയ്തതുമൊക്കെ പി.സി. ജോർജ് ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ച് പി.സി. ജോർജ് മറന്നാലും ഷോൺ ജോർജ് മറക്കില്ല. കാരണം അച്ഛനോട് അത്രയും സ്നേഹമുള്ള മകനാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെയാണ് പണി കൊടുത്തപ്പോൾ അത് മർമ്മത്തിൽ തന്നെ പിണറായിക്ക് കൊടുക്കണം എന്ന് ഷോൺ വിചാരിച്ചത്. ഇനി പിണറായിക്ക് ഒരൊറ്റ രക്ഷയുള്ളൂ, പി.സിയുടെ കാല് പിടിക്കുക എന്നുള്ളത്. എങ്ങനെയും മകൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്ന പി.സി. ജോർജിൻ്റെ കാല് പിടിച്ച് മാപ്പിരന്നിട്ട് ഷോൺ ജോർജിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായിക്കിനി അവസാനത്തെ പിടിവള്ളിയായിട്ടുള്ളത്. എന്തായാലും വീണ വിജയൻ്റെ ഈ ഒരു കർണാടക നീക്കം 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കേസ് കേരള ഹൈക്കോടതിയിലാണ് വാദിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലാണ് ഈ കേസ് ഹർജി സമർപ്പിച്ചത് എങ്കിൽ, സ്റ്റേ ചെയ്യണമെന്നുള്ള ഹർജി സമർപ്പിച്ചത് എങ്കിൽ അന്വേഷണം നടക്കുന്നത് കേരളത്തിലായിരിക്കും. മാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളും അല്ലെങ്കിൽ വാർത്താ ചാനലുകളും ഒക്കെ പിണറായിക്കെതിരെ മകൾക്കെതിരെയും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നൽകും. മറ്റൊന്ന്, AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് വീണ വിജയൻ എക്സാലോജി കമ്പനി തുടങ്ങാനായി നൽകിയത്. അപ്പോൾ ഈ കേരളത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് എങ്കിൽ AKG സെൻറ്ററും അന്വേഷണ പരിധിയിൽ വരും. അങ്ങനെയാണ് എങ്കിൽ അത് മറ്റ് പല തലങ്ങളിലേക്കും എത്തുമെന്ന് വീണ വിജയൻ അറിയാം. അതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിച്ച്, സ്വപ്നം പറഞ്ഞതുപോലെ മാസ്റ്റർ ബ്രെയിനാണ്, ബിഗ് ഫിഷാണ്, അതുകൊണ്ട് ബുദ്ധിമതിയാണ് വീണ വിജയൻ. അതുകൊണ്ടാണ് കർണാടകയിലേക്ക് പോയത്. കാരണം ഈ കമ്പനിക്ക് കേരളവുമായി ബന്ധമില്ല, ഇത് ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്തിരുന്ന കമ്പനിയാണ്. അപ്പോൾ അന്വേഷണമൊക്കെ ബാംഗ്ലൂരിലാക്കണം. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉന്നയിക്കുമ്പോഴും കർണാടകയിൽ കോൺഗ്രസ് ആണ് വീണ വിജയനെ ഇത്തരത്തിൽ കേസ് നൽകാനും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളൊക്കെ കെട്ടടക്കാനും കർണാടകയിൽ മനു പ്രഭാകർ കുൽക്കർണിയെ ഈ കേസ് ഏൽപ്പിക്കാനുമൊക്കെ സഹായിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AKG സെൻറ്ററിൻ്റെ അന്വേഷണം വരില്ല. മാത്രമല്ല, കർണാടകയിലാണെങ്കിൽ വളരെ കുറച്ച് മാധ്യമങ്ങൾ, വീണ വിജയനെ അറിയാവുന്ന വളരെ കുറച്ച് പേരേ ഉണ്ടാവൂ. അപ്പോൾ ആ ഒരു ശ്രദ്ധ അത്തരത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷണമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹർജിയുമായി കർണാടകയിലേക്ക് ഈ വീണ വിജയൻ പോകാനുള്ള കാരണം. എന്തായാലും ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട SFIO സ്വീകരിക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? നേരത്തെ CMRലാണ് ആദ്യമായി അന്വേഷണം നടത്തിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ, SFIയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലെ CMRലിൻ്റെ ഓഫീസിലെത്തിയാണ് പരിശോധന നടത്തിയത്. അവിടെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. പല ഉദ്യോഗസ്ഥരിൽ നിന്ന് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ലഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ചില നിർണായക വിവരങ്ങൾ SFIക്ക് കിട്ടി എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. അതായത് ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായൊക്കെ ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കിട്ടി എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. പിന്നെ അതിനുശേഷമാണ് തിരുവനന്തപുരത്തെ KSIDCയുടെ സ്ഥാപനങ്ങളിൽ 4-അംഗ സംഘം, SFIയുടെ 4-അംഗ സംഘം ഈ പരിശോധനയ്ക്ക് എത്തുന്നത്. അവിടെ നിന്നും ചില വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എക്സാലോജിക്കിലേക്ക് പോകാൻ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് നീങ്ങാൻ SFIO തീരുമാനിച്ചത്. ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് വീണ വിജയനിലായിരിക്കും. കാരണം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ മുൻപ് പല തവണ പലരും ആരോപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തിയാൽ അത് വീണ വിജയനിലേക്കും മുഹമ്മദ് റിയാസിലേക്കും പിണറായി വിജയനിലേക്കും ഒക്കെ എത്തും എന്നുള്ള ഭയമാണ് വീണയെ കൊണ്ട് കർണാടകയിലേക്ക് ഇത്തരത്തിൽ സ്റ്റേ ഹർജി കൊടുപ്പിക്കാനായി വീണയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ SFIOക്ക് ജനുവരി 31-ാം തീയതിയാണ് ഈ പരാതി കിട്ടുന്നത്. അതിനുശേഷം ഫെബ്രുവരി 6-ാം തീയതി തന്നെ ഈ പരാതിയുമായി അവർ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി തനിക്ക് ലഭിക്കും എന്നാണ് വീണ വിചാരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10:30-നാണ് കേസ് ബെഞ്ച് പരിഗണിക്കുന്നത്. ഈ തിങ്കളാഴ്ച രാവിലെ വരെ പിണറായിക്കും മകൾക്കും മുഹമ്മദ് റിയാസിനുമൊക്കെ നെഞ്ചെടുപ്പാണ്. കാരണം ആ അന്വേഷണം അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞാൽ വീണയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കും. ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ SFIക്ക് കിട്ടിയാൽ അറസ്റ്റിലേക്ക് നീങ്ങും. അത് പിണറായിയുടെ കസേര തെറിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്താം.
ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചാൽ അറസ്റ്റ് ചെയ്താൽ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ കസേര അപ്പം തന്നെ തെറിക്കും. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും. എന്തായാലും പിണറായിക്കും മുഹമ്മദ് റിയാസിനും കമലയ്ക്കുമൊക്കെ നല്ല ഒന്നാന്തരം 18ന്റെ പണിയാണ് മകൾ വീണ വിജയൻ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഏക രക്ഷ PC ജോർജ് മാത്രമാണ്.